നമസ്കാരം. മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. ഗാസ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ രണ്ടാം ഘട്ട ഒരു ചർച്ചയെ പറ്റി, അതായത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ച നടത്താനിരിക്കുകയാണ്. ട്രംപ് ഒരു കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ്. ഇതിനിടയിലാണ് സംഘടനയുടെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം പറയുന്നത്, ഞങ്ങൾ വെടിനിർത്തലിന്റെ ഭാഗമായി ആയുധം താഴെ വയ്ക്കാൻ തയ്യാറാണ് എന്നുള്ളത്. ഒരുപക്ഷെ ഗസയെ നോക്കുമ്പോൾ ഒരുപക്ഷെ ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വാർത്ത തന്നെയാണ്. ഈ രണ്ടാം ഘട്ട ചർച്ച വരുമ്പോൾ തന്നെ നിരവധി കാരണങ്ങൾ ഒരുപക്ഷെ ഹമാസ് ഉയർത്തി കാണിക്കുന്നുണ്ട്. ഈ ഒരു കരാറിൽ വ്യക്തത വരാൻ നിരവധി കാര്യങ്ങളുണ്ട്. ഹമാസ് താഴെ ആയുധം വെക്കും എന്ന് പറയുമ്പോഴും ഇസ്രായേലിന്റെ ഭൂരിഭാഗം, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 40% ഇപ്പോഴും ഈ ഗാസ പിടിച്ചടക്കി വെച്ചേക്കുവാണ് ഇസ്രായേൽ, 43%. അപ്പൊ അങ്ങനെയെങ്കിൽ ഇത് എത്രമാത്രം സാധൂകരിക്കും, രണ്ടാം ഘട്ട ചർച്ച ഫലവത്താകുമോ എന്നൊക്കെയുള്ളൊരു സംശയങ്ങളില്ലേ? ഇപ്പോഴത്തെ സംഭവം ഒന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസ് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളെ കൊല്ലല്ലേ, ഞങ്ങൾ ആയുധം താഴെ വയ്ക്കാമെന്ന്. കാരണം ഇത് വളരെ കാലമായി തന്നെ, അല്ലെങ്കിൽ ഇത് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ നെതന്യാഹു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഹമാസ് ആയുധം താഴെ വയ്ക്കുകയാണെങ്കിൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയുള്ളൂ എന്ന് വെടിനിർത്തൽ ചർച്ച കരാർ തുടങ്ങുമ്പോൾ ആ സമയം മുതൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അത് അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായിരുന്നില്ല. ഹമാസിന്റെ നിരായുധീകരണം വേണം, ഗാസയെ സൈന്യരഹിതമാക്കണം. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനമെന്നാണ് നെതന്യാഹു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പൊ പക്ഷേ എന്തായാലും അവര് സമ്മതിച്ചിട്ടുണ്ട്, ഞങ്ങൾ ആയുധം താഴെ വയ്ക്കാൻ തയ്യാറാണ്. പക്ഷെ അപ്പോഴും ഒരു ഉപാധി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, ഇസ്രയേൽ സൈന്യത്തിനെ പിൻവലിക്കണമെന്ന്. പക്ഷേ ഇസ്രയേൽ സൈന്യത്തിനെ പിൻവലിക്കുക എന്നുള്ളത് എത്രത്തോളം അത് പ്രാവർത്തികമാകുമെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും സംശയം തന്നെയാണ്. കാരണം അങ്ങനെ ഒരു സംഭവം വന്നാൽ, കാരണം ഇസ്രയേൽ എന്നുള്ള രാജ്യം ഉണ്ടായ അന്ന് മുതൽ തന്നെ ഇസ്രയേൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ യുദ്ധം എന്നുള്ളത്. ഒന്ന് ആയുധം താഴെ വെച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് കണ്ണു ചിമ്മി ഉറങ്ങിപ്പോയാൽ ഉടനെ തന്നെ അടുത്ത ശത്രുക്കൾ ഇസ്രയേലിനെ അടിച്ചിടുന്നതാണ് ഇസ്രയേൽ ഇതുവരെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ സൈന്യത്തിനെ മുഴുവൻ പിൻവലിക്കുമെന്ന് പറയാൻ പറ്റില്ല. 53% എന്തായാലും ഇപ്പോൾ ഇസ്രയേൽ ഗാസ പിടിച്ചടക്കിയിട്ടുണ്ട്. പക്ഷേ ഗാസയുടെ ഒരു സ്വാതന്ത്ര്യം ഗാസയ്ക്ക് കിട്ടണം, ഗാസ ഇനി മുതൽ സമാധാന അന്തരീക്ഷം വരണം എന്നുള്ളത് നെതന്യാഹുവും പറയുന്നുണ്ട്. മഞ്ഞവര ഗസയുടെ അതിർത്തിയായി നിശ്ചയിക്കണം എന്നാണ് ഇസ്രയേൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മഞ്ഞവരയ്ക്ക് ഇപ്പുറം ഹമാസ് വരാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു മുൻവിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് അംഗീകരിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ട്രംപിനോട് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു രണ്ടാം ഘട്ട വെടിനിർത്തൽ ഇപ്പോഴും ഒരാളെ കൂടി കിട്ടാനുണ്ട്. ബാക്കി എല്ലാവരെയും ആദ്യത്തെ വെടിനിർത്തൽ കരാറിൽ പറഞ്ഞിരുന്നത് മരിച്ചിരുന്നവരുടെ മൃതദേഹ അവശിഷ്ടങ്ങളും ജീവിച്ചിരിക്കുന്നവരെയും തിരിച്ചു കിട്ടണമെന്നായിരുന്നു. അതിലിനി ഒരാളെ മാത്രമേ കിട്ടാനുള്ളൂ. രണ്ടാം ഘട്ടത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നെതന്യാഹുവും സമ്മതിച്ചിരിക്കുക തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി തന്നെയുള്ള ഒരു മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, അന്ന് 2023 ഒക്ടോബർ 7 നടന്നത് ഇസ്രായേലിന് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവമാണ് ഹമാസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എപ്പോഴൊക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ, എപ്പോഴൊക്കെ ഇസ്രായേൽ ഒന്ന് താഴ്ന്നു നിൽക്കുന്നു അല്ലെങ്കിൽ ഒന്ന് ശാന്തമായി ഇരിക്കുന്നിടത്തല്ല ഹമാസ് ഒട്ടും പ്രതീക്ഷിക്കാതെ ആക്രമിക്കുന്ന രംഗമാണ്. ഇനി ഹമാസിനെ എത്രമാത്രം ഇസ്രായേലിന് വിശ്വസിക്കാൻ കഴിയുമെന്നുള്ളൊരു ഒരു പക്ഷെ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ഹമാസ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ തിരിച്ച് എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിലേക്ക് ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കും. പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ആവശ്യം. പക്ഷേ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതിന് അനുകൂലമാണെങ്കിലും നെതന്യാഹു പക്ഷേ അതിനെ എതിർത്ത് വരിക തന്നെയാണ് ചെയ്യുന്നത്. കാരണം പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹമാസിനുള്ള ഒരു പാരിതോഷികമായി മാറുമെന്നാണ്. അതെ, അപ്പൊ പലസ്തീൻ രാഷ്ട്രമായിട്ട് ഒരു ഇസ്രയേലിൽ നിന്ന് വിഭജിച്ച് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറ്റുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാകുന്നത് ഈ ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളുടെയും എല്ലാം തേർവാഴ്ചയായിരിക്കും പലസ്തീനിൽ ഉണ്ടായിരിക്കുക. നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും പലസ്തീനികൾക്ക് സ്വന്തമായിട്ടൊരു രാജ്യം എന്നുള്ളത് ഒരു മനോഹര സങ്കല്പം തന്നെയാണ്. പക്ഷേ അവിടെ ഉള്ളത് മിക്കവാറും പലസ്തീനികളല്ല. ഇനി ഇതുവരെ ഈ ആക്രമണം നടക്കുന്നത് വരെ അവിടെയുള്ള സ്ഥിതി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പലസ്തീനികൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ അവരുടേതായിട്ടൊരു ഗവൺമെന്റ്, ഹമാസുകളുടെ ഗവൺമെന്റാണ് അവിടെ ഭരിച്ചിരുന്നത്. അവർക്ക് സ്വന്തമായി നോട്ടടികൾ പോലും ഉണ്ടായിരുന്നു. കറൻസി എല്ലാം അവർ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ
അപ്പോൾ അപ്പം മുതൽ തന്നെ പലസ്തീനികൾ എന്ന് പറയുന്നവര് ഏറ്റവും വിഷമാവസ്ഥയിൽ തന്നെയാണ് അവിടെ ജീവിച്ചിരുന്നത്. ഒരുപക്ഷെ ഇതും ഒരു രണ്ടാം ഘട്ട ചർച്ചയിലേക്കൊക്കെ കൊണ്ടുവരുമ്പോഴും ഹമാസ് ഇപ്പോൾ നിരായുധീകരണം സ്വമേധയാ പറയുമ്പോഴും ഒക്കെ അവിടെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിലൊരു പലസ്തീൻ രാഷ്ട്രത്തെ വാർത്തെടുക്കുമ്പോൾ ഹമാസിന് വീണ്ടും പറഞ്ഞതുപോലെ തേർവാഴ്ച ഉണ്ടാക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയും വീണ്ടും ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ വീണ്ടും പുഷ്ടിയോടെ വരാനുള്ള ഒരു പമ്മിയിരിക്കൽ തന്നെയാണോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കുക. കാരണം ഹമാസിനെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഖാസിനെയും ഇപ്പൊ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ ആയുധം വയ്ക്കാൻ തയ്യാറാണ്. പക്ഷേ അതേസമയം തന്നെ ഇസ്രയേൽ കംപ്ലീറ്റ് വിട്ടുമാറണമെന്നും പലസ്തീൻ എന്ന രാഷ്ട്രം ഉണ്ടാകണമെന്നും പറയുന്നു. പക്ഷേ അത് രണ്ടാം ഘട്ട പ്രധാന സമാധാന ചർച്ചകളിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപാണ് ഈ നിർണായക പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. ആയുധം താഴെ വയ്ക്കും എന്ന് പറഞ്ഞത് ഓക്കെയാണ്. പക്ഷേ കൂടുതൽ സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും സ്ഫോടനങ്ങളും എല്ലാം ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന് നയീം പറഞ്ഞിട്ടുണ്ട്. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇനി ആക്രമണത്തിന് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഒരുപക്ഷെ ഇപ്പോൾ അവർക്കൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഹമാസിനെ ഒരിക്കലും വിശ്വസിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവര് പറയുന്നത് വിശ്വസിച്ച് ഇനി ഇവർ ഒരിക്കലും ഇന്നു മുതൽ അവർ നല്ല കുട്ടികളായി മാറുമെന്നൊന്നും ചിന്തിക്കുന്നത് മഹാവിഡിത്തമായിട്ട് മാറും. അപ്പോൾ പലസ്തീൻ എന്നൊരു പുതിയ രാഷ്ട്രം ഹമാസിന് വേണ്ടി വിട്ടുകൊടുക്കാനൊന്നും ഒരിക്കലും തയ്യാറാവുണ്ടാവില്ല രണ്ടാം ഘട്ട സമാധാന കരാർ ഉണ്ടാകുകയാണെങ്കിലും. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ട്. ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ള പ്രധാന ആവശ്യം നടപ്പിലാക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്ര സഭയിലെ സേനകളെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. എത്രയും വേഗം ഇതൊന്ന് വെടിനിർത്തൽ നടത്തണം. കാരണം കിട്ടാനുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട്. മാക്സിമം ഇസ്രയേൽ കൊടുക്കാനുള്ളതെല്ലാം മുച്ചൂട് നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ഇനിയുള്ള ഒരു പുതു ഉയർത്തെഴുന്നേൽപ്പിനുള്ള അടുത്ത അടവാണോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഈ പറഞ്ഞോണം പലസ്തീൻ രാഷ്ട്രമായിട്ട് നമ്മൾ ഈ പറയുന്നോണം നമ്മളുടെയൊക്കെ ഒരു സ്വപ്നമാണ്. അല്ലെങ്കിൽ എല്ലാ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ജനം പറയുന്ന അല്ലെങ്കിൽ പലസ്തീൻ ജനതയുടെ വിഷമങ്ങളും ഗസയിലെ ജനങ്ങളുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്ന അവരെ അവരുടെ രാഷ്ട്രമായിട്ട് പലസ്തീൻ രാഷ്ട്രമായി അംഗീകരിച്ച് അവരെ സ്വതന്ത്രമായിട്ട് വിടുക എന്നുള്ളത്. പക്ഷെ അവിടെ ഈ പമ്മിയിരിക്കുന്ന വലിയ ദുരന്തങ്ങളുണ്ട്. ഹമാസ് പോലുള്ള ഹൂതികൾ പോലുള്ള ഇത്തരത്തിലുള്ള ഭീകരവാദികൾ പമ്മിയിരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അല്ലെങ്കിൽ പലസ്തീൻ രാഷ്ട്രമാക്കുന്നതിൽ ഒന്നുകൂടി റീതിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ? കാരണം അവർക്കൊരു സ്വാതന്ത്ര്യം വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ഇസ്രായേലിന് മാത്രമല്ല തൊട്ടടുത്തുള്ളവർക്കെല്ലാം ഒരു ദുരന്തമായി തന്നെ വീണ്ടും മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ ഏത് നിമിഷവും കുമിള പൊട്ടി മുളയ്ക്കുന്നത് പോലെയാണ് ഇവരൊക്കെ പെട്ടെന്ന് മുളച്ചു വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാം ഘട്ട ചർച്ചയിലെ പലതും വിരുദ്ധമായിട്ട് കിടക്കുന്നുണ്ട്. അത് ഹമാസും പറയുന്നുണ്ട്, നെതന്യാഹുവും പറയുന്നുണ്ട്. കാരണം രണ്ടുപേർക്കും ഒത്തുചേർന്ന് പോകാൻ പറ്റാത്ത പല ചർച്ചയിലെ അല്ലെങ്കിൽ ഈ പ്രഖ്യാപനത്തിലെ പല കാര്യങ്ങളും ഉണ്ട്. അത് ഇനി എങ്ങനെ കൂട്ടി യോജിപ്പിച്ച് മുമ്പോട്ട് പോകും എന്നതിനെ അനുസരിച്ചിരിക്കും അല്ലേ? അപ്പൊ എന്തായാലും ഇപ്പൊ ഖത്തറും ഈജിപ്തും ഇസ്രയേലിനോട് പറഞ്ഞിട്ടുണ്ട് രണ്ടാം ഘട്ട സമാധാന കരാറിലേക്ക് എത്രയും വേഗം എത്തണം. അതുകൊണ്ട് ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്ന് ഖത്തറും ഈജിപ്തും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മഞ്ഞ വരെയാണ് തങ്ങളുടെ അതിർത്തി എന്നുള്ള ഒരു തീരുമാനം ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന സമാധാന പദ്ധതിയുടെ തുടക്കത്തിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഒക്ടോബർ 10 ആദ്യഘട്ട വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നു. ബന്ദികളെയെല്ലാം തിരിച്ചു കൈമാറുക എന്നുള്ളത് പറഞ്ഞത് ഹമാസ് ഏറെക്കുറെ മുഴുവനാക്കിയിട്ടുണ്ട്. ജീവനുള്ളവരെ മുഴുവനും വിട്ടിട്ടുണ്ട്. മരിച്ചവരിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ മാത്രമേ കിട്ടാനുള്ളൂ. അപ്പോൾ ഇനി ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഹമാസിന്റെ നിരായുധീകരണമാണ്. അത് നടക്കുകയാണെങ്കിൽ മാത്രം രണ്ടാം ഘട്ട വെടിനിർത്തൽ എത്രയും പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസൻ ഇസ്രയേൽ സന്ദർശിക്കുമ്പോൾ ആ സമയത്ത് ഒരു സംയുക്ത പത്രസമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. അതിനൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ ജർമ്മൻ ജനതയും അതുപോലെ തന്നെ ജർമ്മനിയും ഇസ്രയേലിന് ഫുൾ സപ്പോർട്ട് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യയോടും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇസ്രയേല്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ എ തായിബയുമായി ഹമാസിന് വർദ്ധിച്ചു വരുന്ന ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യക്കും ഇസ്രയേലിനും ഇപ്പോൾ ഒരുപോലെ ഉള്ള ഒരു നിലയിലേക്കാണ് എത്തുന്നത്. ഹമാസ് ഇസ്രയേലിൽ മാത്രമേ ഉള്ളൂവെങ്കിലും ലഷ്കർ എ തായിബയുമായി ഹമാസിന് ബന്ധമുണ്ട്. ലഷ്കർ എ തായിബയും ഇന്ത്യയുമായിട്ട് വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തിന് ശേഷം പഹൽഗാമിന് ശേഷം നമ്മളുടെ ഇന്റലിജൻസ് വിഭാഗം അധികം കണ്ടെത്തിയതാണ് ഹമാസും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ബന്ധം, ലഷ്കർ ഇ തോയ്ബയുമായിട്ടുള്ള ബന്ധം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് പിന്തുണ വേണം എന്ന് ഇന്ത്യയോട് ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഭീകര ഗ്രൂപ്പുകളെ പ്രഖ്യാപിക്കാൻ ഇന്ത്യ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥന പറഞ്ഞിട്ടുള്ളത്. ഇസ്രയേൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലഷ്കർ എ തായിബയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു.
അതിന് ഒരു പ്രതികരണം ഇന്ത്യയിൽ നിന്ന് വരണം എന്നാണ് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞിട്ടുള്ളത്. 2023 ഇസ്രയേൽ ലഷ്കർ എ തൈബയെ ഭീകര ഗ്രൂപ്പായി പ്രഖ്യാപിച്ചത്. ഇസ്രയേൽ സൈന്യവും നേരത്തെ ഇക്കാര്യം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. കാരണം ഇരു രാജ്യങ്ങൾക്കും പൊതുവായിട്ടുള്ള ഒരു ശത്രുവാണുള്ളത്, അതിപ്പോൾ ഹമാസ് ആണ്. ഇന്ത്യയുടെയും ശത്രുവായിട്ടാണ് ഹമാസ് മാറിയിട്ടുള്ളത്. ഇത് അതല്ലെങ്കിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ പലപ്പോഴും മറ്റേ യഹ്യ സിൻവറും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് യഹ്യ സിൻവറിന്റെ ഒക്കെ തല വെച്ചിട്ടാണ് നെന്മാറ പൂരത്തിനെല്ലാം തന്നെ ആനപ്പുറത്ത് ഇതെല്ലാം ഇരുന്നിരുന്നതാണ്. അപ്പോൾ ഹമാസിന്റെ അലയൊലികൾ നമ്മുടെ കേരളത്തിൽ വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കും പേടി സ്വപ്നം തന്നെയാണ് ഹമാസ് എന്ന് പറയുന്നത്. ഇസ്രയേലിനോട് കൈകോർക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടതിൽ നമുക്ക് ഒരു അത്ഭുതപ്പെടാനൊന്നുമില്ല. അതെ, തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഇസ്രയേൽ നിൽക്കുന്ന ആ മഞ്ഞ ലൈൻ അങ്ങനെ തന്നെ നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. അതെ.